ഒരിക്കലും ചേരുന്ന ഭാര്യയല്ല ഞാൻ. അതെന്താണ് എന്ന് എനിക്ക് മനസ്സിലായില്ല. കുറ്റം പറയുന്നവർ അവർ ഈ നമ്മളിപ്പോൾ കാലെവിടെയെങ്കിലും തട്ടുമ്പോൾ അയ്യോ എന്ന് നമ്മൾ നിലവിളിക്കുന്നത് വേദനിച്ചിട്ടാണ്. അതേപോലെ അവർക്ക് കിട്ടാത്തത് എനിക്ക് കിട്ടിയെന്ന് തോന്നുമ്പോൾ അവർക്കുള്ള ആ ഫ്രസ്ട്രേഷനിൽ പാവം നിലവിളിക്കുന്നു. ഏതോ ഒരു പണിയില്ലാത്ത അസുഖം ബാധിച്ച ഒരു പാവം ഒരു കമന്റ് തൊഴിലാളി. പൊതുവെ ഓരോ ഹസ്ബൻഡും വൈഫും അവരുടെ രാജ്യത്തിലെ രാജാവും രാജ്ഞിയും ആയിരിക്കണം. യോഗീന്ദ്രാണാം ത്വദംഗേശധിക സുമധുരം മുക്തിഭാജാം നിവാസോ. കുഞ്ഞുമോൾ എന്തെങ്കിലും എൻ്റെ അടുത്ത് പറയാൻ പറ്റും, പറഞ്ഞോ എന്ന് പറഞ്ഞ് ഞാൻ വാട്സാപ്പ് ചെക്ക് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവിടെ ഒരാളെ ഞാൻ ഹേർട്ട് ചെയ്യാണ്. മോളെ വെച്ചൊക്കെ ഏട്ടനെ വെച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഭയങ്കരമായിട്ട് വിഷമിപ്പിക്കുന്ന കാര്യം തന്നെയാണ്. ഇത്രയും പ്രൊഫഷൻസ് ഹാൻഡിൽ ചെയ്യുന്ന ഒരാളാണ് നമ്മുടെ കൂടെ വരാൻ പോണെന്ന് ഒരു ഇത് വന്നപ്പോൾ എന്താ തോന്നിയത്? ശരിക്കും ഇപ്പോഴും പേടിയാണ്. ഞാൻ പറയാ ഞാൻ എന്തെങ്കിലും ഒരു ഈഗോ, പ്രൊഫഷണൽ ഈഗോ എന്തായാലും വരില്ല, പക്ഷെ അതല്ല ഈഗോ അല്ല, ഒരു അപകർഷതാബോധം എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? എനിക്ക് ഈ ലാംഗ്വേജ് ഒക്കെ ഈ ഇംഗ്ലീഷ് അറിയില്ല, എനിക്ക് മറ്റുള്ള ഭാഷകളൊന്നും അറിയില്ല. അപ്പം ഞാനത് സ്റ്റാർട്ടിങ്ങിലേ പറഞ്ഞത്, ഇൻ്റർവ്യൂവിലായാലും പറഞ്ഞത് അതാ, എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല. എനിക്കതൊക്കെ ഭയങ്കര പ്രശ്നമാണ്, മാനസികമായിട്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ട്. ഇല്ലയെന്നല്ല, ഞാൻ ഏട്ടനോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഏട്ടന് നാണക്കേടാവൂലേ ഏട്ടാ, ഞാൻ കൂടെ വന്നാൽ നാണക്കേടാവൂലേ, അങ്ങനെയൊക്കെ എനിക്ക് കണ്ണ് വെള്ളം വരെ വന്നിട്ടുണ്ട്. ഞാൻ ഇതിനിടയിലൊരു പറയട്ടെ, അത് പോയ ഏട്ടൻ പങ്കെടുക്കേണ്ട ഒരു പ്രോഗ്രാം ആയിരുന്നു. എനിക്ക് ഹൈദരാബാദ് ഷൂട്ട് ഉണ്ടായിരുന്നപ്പോൾ ടോസ്റ്റ് മാസ്റ്റേഴ്സിൻ്റെ ഒരു മീറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ മീറ്റിൽ ഞാനാണ് പോകേണ്ടത്. അപ്പം ഞാൻ പറഞ്ഞു, കുഞ്ഞുമോളെ ഞാൻ ഉണ്ടാവില്ല, ഞാൻ വീഡിയോ അയച്ചു കൊടുക്കുന്നുണ്ട്, നീ ഒന്ന് റെപ്രസെന്റ് ചെയ്യണം. ഞാനവിടെ പോയി. അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എല്ലാവരും ഇംഗ്ലീഷ് സംസാരിക്കുന്നു, ഇംഗ്ലീഷ്, ഒരാൾ പോലും മലയാളം സംസാരിച്ചില്ല. എന്നെ വിളിച്ച കരച്ചിലും ഇതൊക്കെയായിരുന്നു. ഞാൻ പറഞ്ഞ ഏട്ടാ, എന്നെ അറക്കാൻ കൊണ്ടിട്ട് പോലെ ഇട്ടിട്ട് പോകണ്ടായിരുന്നു. അപ്പൊ ഇതൊരു അരമണിക്കൂറത്തെ സമയം. അപ്പൊ ഷൂട്ടിനിടയ്ക്ക് എനിക്ക് അവിടെ വർക്ക് ഉണ്ടായിരുന്നു. ഇടയ്ക്ക് ഞാൻ വിളിച്ചു, ഓക്കെ അല്ലേ. ഒരു 2 മണിക്കൂർ കഴിഞ്ഞപ്പം അവരുമായിട്ട് വള്ളം കളി, പാട്ട് കളി, അവിടെ അങ്ങ് ചേർന്നു. അവര് മേജായി. അപ്പൊ ഞാൻ പറയുന്നത്, ഒന്ന്, ഇംഗ്ലീഷ് ഒരു ഫോറിൻ ലാംഗ്വേജ് ആണ്. അതറിയുന്നത് നേട്ടമാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, സ്വന്തം ഭാഷ സംസാരിക്കാൻ അറിഞ്ഞു കഴിഞ്ഞാൽ യെസ്, അതൊന്ന് ആദ്യം. ബാക്കിയുള്ളതെല്ലാം പഠിച്ചെടുക്കാം, അതൊന്നും വലിയ കാര്യമല്ല. ഒരാഴ്ച സമയം കിട്ടുകയാണെങ്കിൽ പഠിച്ചെടുക്കാവുന്നേ ഉള്ളൂ. ഇപ്പോൾ അവരായിട്ടൊക്കെ നല്ല ക്ലോസ് ആണ്, അവരായിട്ടൊക്കെ മെസ്സേജൊക്കെ അയക്കുന്നുണ്ട്. ആ ഒരു ഇനീഷ്യൽ ഫിയറിന്റെ ആ ഒരു ഫാക്ടർ അത് പോയി. അല്ല, നമ്മൾ പഠിക്കണം തോന്നുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. ഇപ്പം ഞാനല്ല, സ്റ്റാർട്ടിങ് പോകുമ്പോൾ തന്നെ ഇത് മൊത്തം ആൾക്കാർ ഇംഗ്ലീഷാണ് പറയുന്നത്. അപ്പം ഇതെന്താ അപ്പം ഞാൻ അവരോട് മലയാളത്തിലൊന്ന് സംസാരിക്കുമോ, മലയാളത്തിൽ പറ, പിന്നെ അവർ ഇംഗ്ലീഷ്. അവിടെ ഇംഗ്ലീഷ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്ലബ്ബാണ്. അപ്പോൾ പിന്നെ വൺ തിങ് ഐ ഫൈൻഡ് ഇസ്, അവിടെയും ഷി വാസ് ഏബിൾ ടു. ഇപ്പോൾ ആദ്യം പറഞ്ഞു, എനിക്ക് ഒരിക്കലും സ്റ്റേജിൽ സംസാരിക്കാൻ പറ്റാത്ത ഒരാളാണ്. സ്റ്റേജിൽ ഗംഭീരമായിട്ട് സംസാരിച്ചു തുടങ്ങി. അപ്പോൾ ഓരോ ഫിയർ ആയിട്ട് അങ്ങ് മാറി ഐ എം സീയിങ് ദാറ്റ് ഷീ ഈസ് ഗെറ്റിംഗ് ബെറ്റർ. സ്കൂളിൽ സംസാരിച്ചു, അമ്പലത്തിൽ സംസാരിച്ചു, അങ്ങനെ പറ്റില്ല എന്ന് പറഞ്ഞ കാര്യങ്ങൾ പറ്റുന്നുണ്ട്. അപ്പൊ പറ്റില്ല എന്നുള്ളൊരു കാര്യമൊന്നുമില്ല, എല്ലാം സാധ്യമാണ്. അത് കുഞ്ഞുമോൾക്ക് അതിൻ്റെ കഴിവുണ്ട്. ആൻഡ് ഷീ ഈസ് എ വെരി ഫാസ്റ്റ് ലേണർ, പെട്ടെന്ന് പഠിച്ചെടുക്കും. അപ്പം ഞാൻ പറഞ്ഞു, സ്വന്തം ഭാഷ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, ഇപ്പോൾ പ്രായ വ്യത്യാസത്തിൻ്റെ പേരിൽ സച്ചിൻ തെണ്ടുൽക്കറുടെ വൈഫ് എന്ന് പറഞ്ഞാൽ സച്ചിനേക്കാളും പ്രായം കൂടിയതാണ്, ഷേക്സ്പിയറിനെക്കാളും 16 വയസ്സ് കൂടുതലാണ് ഷേക്സ്പിയറിൻ്റെ വൈഫ്. നമ്മുടെ KR നാരായണൻ സാറിൻ്റെ വൈഫ് ബർമീസ് ആയിരുന്നു. അപ്പം അവിടെയൊന്നും ആർക്കും ഒരു പ്രശ്നമില്ല. എനിക്ക് മലയാളം സംസാരിക്കാനും പുള്ളിക്കാരിക്ക് തമിഴും മലയാളവും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഞങ്ങൾക്ക് തമ്മിലൊരു പ്രശ്നമില്ല, ഇംഗ്ലീഷിൻ്റെ ആവശ്യം വരുന്നില്ല. അപ്പോൾ എനിക്ക് എങ്ങനെയാണ് നാണക്കേടാവുക? ഞങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അതുണ്ട്, മതി, ധാരാളം മതി. അതിൽ കൂടുതൽ അപ്പോൾ അതിൽ കൂടുതലും ഞാനൊന്നും കരുതിയിട്ടില്ല. അപ്പോൾ എൻ്റെ അടുത്ത് വിളിച്ച് കണ്ണൊക്കെ നിറഞ്ഞ് ഞാൻ നാണക്കേടാവും. എനിക്ക് നാണക്കേടില്ല. അല്ല, അതെന്ത് നാണക്കേടാന്ന് എനിക്ക് മനസ്സിലാവണം. ഇല്ല, ഞാൻ ഇപ്പൊ പൊതുവെ തന്നെ കുറെ കാര്യങ്ങൾ ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവും ഇപ്പൊ ഇത്രയും നാളിൻ്റെ ഇടയ്ക്ക്. അപ്പൊ ഇപ്പൊ പുതിയ കാര്യങ്ങളിലേക്ക് സ്റ്റെപ്പ് ഓൺ ചെയ്യുമ്പോ ചേച്ചിക്ക് എന്താ തോന്നുന്നേ? കുറച്ചും കൂടിയും ഓപ്പൺ ആവുമല്ലേ സ്പേസ്? തീർച്ചയായും. ഇപ്പം ഞാനിങ്ങനെ എന്താണ്, അല്ല, ഞാൻ ചെയ്യാത്ത പല കാര്യങ്ങൾ, ഞാൻ ബാക്കോട്ട് പോയ പല കാര്യങ്ങളും ഇപ്പം മുന്നോട്ട് വരാൻ തുടങ്ങി. ഇല്ല, തന്നെ ചെയ്തിരുന്നപ്പോൾ ഒതുങ്ങി നിൽക്കാൻ ട്രൈ ചെയ്തിരുന്നോ? ഇന്റൻഷൻ മനഃപൂർവ്വമായിട്ട് അതിൽ ട്രൈ അല്ല, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഒറ്റക്കായിരുന്ന സമയത്ത് ഞാൻ എന്താണ്
അങ്ങനെയുള്ള സമയത്ത് ഞാൻ പുറലോകം എന്ന് പറഞ്ഞത് എനിക്കറിയില്ല. ഇപ്പം എൻ്റെ വീട് കഴിഞ്ഞാൽ എക്സിൻ്റെ പയ്യന്നൂരായിരുന്നു സ്ഥലം, പയ്യന്നൂർ. ഇത് മാത്രമായിരുന്നു എനിക്ക്. അഥവാ ഞാൻ പോയിരുന്ന ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ കണ്ണൂർ മാത്രമാണ്, വീട്ടിൻ്റെ അടുക്കുന്ന 1 മണിക്കൂർ. ഇത് മാത്രമായിരുന്നു. പക്ഷെ കണ്ണൂർ ഞാനൊരു 10 പ്രാവശ്യം പോയാലും പിന്നെ എനിക്കറിയില്ല അതെന്താ. അത് മാത്രമായിരുന്നു എൻ്റെ ഒരു ലോകം എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ എത്തി പിന്നെ മക്കളെയും കൊണ്ട് പല സ്ഥലങ്ങളിലും പോകാൻ, പല കാര്യങ്ങളും ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ പഠിച്ചു. അതാണ് ഏറ്റവും വലിയത്. പിന്നെ ഇതാ ഇപ്പോഴും വേറൊരു ലോകം. പല കാര്യങ്ങളും പൊസസീവ് ആണോ സാറിന്റെ കാര്യത്തില്? അല്ല, പൊതുവെ പൊസസീവ് ആണോ? എന്തിനാ? എന്താ? അല്ല, ഈ പൊസസീവ്നെസ് നമുക്ക് കഴിവില്ലാത്തപ്പോഴാണ് വരേണ്ടത്. ഇപ്പോൾ എനിക്ക് എൻ്റെ സ്നേഹത്തിൽ വിശ്വാസം ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ പൊസസീവ് ആവും, ഇല്ലേ? എവിടെയും പോകരുതെന്ന് പറഞ്ഞ് അത് പൊസസീവ് ആവും. അല്ലെങ്കിൽ കുഞ്ഞുമോക്ക് എൻ്റെ അടുത്തുള്ള സ്നേഹം എക്സ്പ്രസ് ചെയ്യാൻ കഴിയുന്നില്ല എന്ന് തോന്നുന്നു, അന്ന് മേ ബി ഷീൽ ഗെറ്റ് പൊസസീവ്. പക്ഷെ ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഇല്ല. ഇപ്പോൾ വണ്ടിയിൽ പോകുമ്പോൾ അടുത്ത കാറിൽ നിന്ന് ഒരാൾ ചിരിക്കുന്നുണ്ട്, കൈ കാണിക്കും എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ കാണാത്തതേ. അതേപോലെ തന്നെ ആ കുഞ്ഞുമോളെ ദാ ഈ കമന്റ് വരുന്നുണ്ട്, മറ്റേ മൈ ലവ്ലി ഗേൾ എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ മെസ്സേജ് അയക്കുന്നുണ്ട്. അതാ ഒരു മെസ്സേജ് അയച്ചാൽ തിരിച്ചു വരും. വി ആർ ഓപ്പൺ അബൌട്ട് ഇറ്റ്. അപ്പം അതിൽ ഇതൊന്നുമില്ല. അതും ഈ മാറ്റങ്ങളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇടക്കാലത്ത് ഷീ സ്റ്റാർട്ടഡ് റൈറ്റിംഗ്. അത് അത്ര ഭംഗിയായിട്ട് എഴുതുന്നുണ്ട്. അത് സ്ലോലി അത് വരും എന്ന് പ്രതീക്ഷിക്കുന്നു. അത് വന്നു കഴിഞ്ഞാൽ പ്രോബബ്ലി നിങ്ങൾക്ക് വായിക്കാൻ കിട്ടുന്ന ഏറ്റവും ഹൃദയസ്പർശിയായ ഒരു കഥയായിരിക്കും. കാരണം അതിൽ ഓരോ ചാപ്റ്റേഴ്സ് വായിക്കുമ്പോഴും അത് ഓരോ ചാപ്റ്റേഴ്സ് എന്നെ വായിച്ച് കേൾപ്പിക്കുമ്പോഴും അവിടെ ഒന്നും കലർപ്പില്ല. എഴുതാൻ വേണ്ടിയിട്ട് എഴുതിയതല്ല, മനസ്സിൽ നിന്ന് എഴുതുന്ന എഴുത്താണ്. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് എടുത്ത് വെച്ച് എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. സൂപ്പർ. ഉണ്ടായിരുന്നു മുന്നേ എഴുതായിരുന്നു, പിന്നെ അതൊക്കെ പോയി. പക്ഷെ ഇപ്പൊ ഏട്ടൻ പറഞ്ഞ പിന്നെയാണ് ഒരു ദിവസം 15 മിനിറ്റ് മാറ്റി വെക്കാൻ പറ്റുന്നില്ല എന്നിട്ട് ലൈഫിൽ, നമ്മളെ ലൈഫിൽ ഒരു 15 മിനിറ്റ് മാറ്റി വെച്ചിട്ട് ഞാൻ എല്ലാ ക്ലാസ്സിലും പറയാറുള്ള കാര്യമാണ്, ഒരു ദിവസം 15 മിനിറ്റ് എഴുതാൻ ഒരു പേജ് എഴുതാവും. അങ്ങനെ ഒരു വർഷം എല്ലാ ദിവസവും നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ 365 പേജ് എഴുതിയിട്ടുണ്ടാവും. അത്രയും വേണ്ട ഒരു ബുക്കിന്. 90 പേജ് കഴിഞ്ഞാൽ അത് ബുക്കാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വർഷത്തിൽ 4 ബുക്ക് ഒരാൾക്ക് എഴുതാൻ പറ്റും. അപ്പോൾ 20 വയസ്സ് തൊട്ട് 60 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിനകത്ത്, ഏറ്റവും ആക്റ്റീവായിട്ടുള്ള ടൈമിനകത്ത് ഒരാൾക്ക് എങ്ങനെ പോയാലും 4 ബുക്ക് വെച്ചിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പോൾ 90 ഇതാണെങ്കിൽ 4 ബുക്ക് വെച്ച് പറയുകയാണെങ്കിൽ ഒരാൾക്ക് എഴുതാൻ പറ്റുന്ന എമൗണ്ട് ഓഫ് നമ്പർ ഓഫ് ബുക്സ് ഇസ് മച്ച് മോർ. 160 പുസ്തകങ്ങൾ എഴുതാൻ പറ്റും. ഞാൻ നിങ്ങളെ രണ്ടുപേരുടെ ഒരു കമ്പാറ്റബിലിറ്റി കാണുമ്പോൾ എപ്പോഴും ചോദിക്കുന്നത്, ഇപ്പോഴും പലർക്കും എന്തിനാണ് വിവാഹം ചെയ്യുന്നതെന്ന് അറിയില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്തിനാണ്, അല്ലെങ്കിൽ വിവാഹത്തിൻ്റെ ശരിയായ അർത്ഥം എന്താണെന്ന്. അപ്പോൾ സാർ ഈ ഒരു പ്രൊഫഷനിൽ നിൽക്കുമ്പോൾ അങ്ങനെ തോന്നിയിട്ടുണ്ട്? പലർക്കും ഇതിൻ്റെ അർത്ഥം ശരിയായിട്ടുള്ളൊരു മീനിങ് അറിയില്ല. ഇതും കൂടി പറയാല്ലേ, ഇതിനടക്കല്ല, മിനിഞ്ഞാന്ന് എനിക്ക് വന്നൊരു കമൻ്റ് ആയിരുന്നു, ഇവർക്ക് ഒരിക്കലും ചേരുന്ന ഭാര്യയല്ല ഞാൻ. അതെന്താണ് എന്ന് എനിക്ക് മനസ്സിലായില്ല. അവരെന്താണ് ഉദ്ദേശിച്ചത് എന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പം ഞാൻ ഏട്ടനോട് പറഞ്ഞു, കറക്റ്റ് ആയിരിക്കും. അപ്പോൾ അതിനാകെ ഒരു റിപ്ലൈ എനിക്ക് പറയേണ്ടായിരുന്നത്, അബ്സല്യൂട്ട്ലി റോങ്. കാരണം എനിക്ക് ചേർന്നതാര് എന്നുള്ളത് എനിക്ക് തീരുമാനിക്കാൻ പറ്റാതെ ഏതോ ഒരു പണിയില്ലാത്ത അസുഖം ബാധിച്ച ഒരു ഒരു കമന്റ് തൊഴിലാളി അദ്ദേഹം പറയുന്നത് വെച്ചിട്ട് എന്റെ ലൈഫ് ഞാൻ ജീവിക്കേണ്ട കാര്യം. അല്ല, സ്ത്രീകൾ തന്നെ ഒത്തിരി പേര് ഒരുപാട് മോശം കമന്റ് എനിക്ക് വിട്ടിട്ടുണ്ട്. പെണ്ണുങ്ങൾ തന്നെ ഇഷ്ടംപോലെ കമന്റ് എനിക്ക് വിട്ടിട്ടുണ്ട്. പെണ്ണുങ്ങളാണോ എന്ന് പോലും അറിയില്ല, ഫേക്ക് ആയിരിക്കാം. അല്ല, അങ്ങനെ ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ ഒരു പ്രൊഫൈലല്ല, പലയിടത്തും എനിക്ക് സ്ത്രീകളുടെ കമന്റ്സ് വളരെ മോശമായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട്. പല ഫ്രസ്ട്രേഷൻ ലെവൽ എവിടെ ആർക്ക് കൂടുന്നു അവര് അങ്ങനെ ചെയ്യും. എനിക്ക് ഈ ഒരു സപ്പോർട്ടിനെ കുറിച്ച്, ശരിക്കും മാരേജിൽ വേണ്ട ശരിയായ കാര്യങ്ങൾ സാർ ഒന്ന് പറഞ്ഞു. കാരണം പലർക്കും ഇത് അറിയില്ലാത്തത് ഒരു വലിയ പ്രശ്നമായിട്ട് നമുക്ക് തോന്നുന്നു. 2 ആളുകൾ, അത് ഫ്രണ്ട്സ് ആവട്ടെ, റിലേറ്റീവ്സ് ആവട്ടെ, അല്ലെങ്കിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫിനാവട്ടെ, ഇവരറിയേണ്ട ബേസിക് ആയിട്ടുള്ള സ്നേഹത്തിൻ്റെ ഭാഷയിലെ 5 തരങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ഈ 5 ലവ് ലാംഗ്വേജസ്, ഈ 5 കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ കമ്പാറ്റബിലിറ്റി എന്നുള്ള ആ ഒരു ഫാക്ടറിലേക്ക് നമുക്ക് പോകും. ഒന്ന്, ആക്ട്സ് ഓഫ് സർവീസ്. അതായത് ഒരാൾക്ക് ഒരു ആവശ്യമുണ്ട്. ഇപ്പോൾ ഇന്നലെ കുഞ്ഞുമോൾക്ക് കുറച്ച് ടയർഡായിരുന്നു, ഞാൻ പറഞ്ഞു ഞാൻ ദോശ ഉണ്ടാക്കാം. അപ്പോൾ അങ്ങനെ ആക്ട്സ് ഓഫ് സർവീസ്. അല്ലെങ്കിൽ എനിക്ക് വയ്യാണ്ടിരിക്കുമ്പം ഏട്ടാ കാലും ഇത് വെച്ചാൽ ഞാൻ മരുന്നിട്ട് തരാം എന്ന് പറയുന്ന ആക്ട്സ് ഓഫ് സർവീസ് അങ്ങോട്ടും ഇങ്ങോട്ടും അതൊരു ലവ് ലാംഗ്വേജ് ആവാം. റൈറ്റ്, അതൊന്ന്. ഗിഫ്റ്റ്സ്,
നമുക്ക് സർപ്രൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നാരങ്ങ മുട്ടായോ ഒരു റോസോ അല്ലെങ്കിൽ ഒരു തണ്ണീർമത്തനോ ഒരു സമോസയോ ചായയോ മതി. അത് നമ്മൾ സ്നേഹത്തോടു കൂടി എപ്പോഴാണോ സർപ്രൈസ് ചെയ്ത് നമ്മൾ കൊടുക്കുന്നത്, ദാറ്റ് എലമെൻറ്റ് ഓഫ് സർപ്രൈസ് വിൽ മേക്ക് ലൈഫ് വെരി ഇൻട്രസ്റ്റിംഗ്. അത് ഞങ്ങൾ എൻജോയ് ചെയ്യുന്നൊരു കാര്യമാണ്. ചുമ്മാ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പം കുഞ്ഞുമോള് പറയും, എനിക്ക് മറ്റേ ബേൽപൂരി തിന്നാൽ കൊള്ളാം, പാനിപൂരി കഴിക്കണം. രാത്രി അവിടെ എവിടെ പാനിപ്പൂരി കിട്ടുമോ അവിടേക്ക് വണ്ടി കൊണ്ടുപോയിട്ട് അവിടെ റോഡിൽ ചെന്ന് പാനിപ്പൂരി കഴിക്കും. ഒരു സുഖം. അത് ഇറ്റ് മേക്സ് ലൈഫ് ഇൻട്രസ്റ്റിംഗ്. അങ്ങനെയാണ് നമുക്ക് ലൈഫിനെ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആക്കാൻ പറ്റും. അല്ലാതെ ഞാൻ ചോദിക്കാനുള്ള കാര്യം പൊതുവെ കേൾക്കുന്നുണ്ട്, ഇപ്പം നിങ്ങളുടെ ആണെങ്കിലും ഓരോരുത്തരും ലുക്സിനെ വെച്ചത് കമ്പയർ ചെയ്ത് പറയുന്നത് ഒരു പക്ഷേ മാരേജ് ഇസ് ഓൺലി ഫോർ ഫിസിക്കൽ റിലേഷൻഷിപ്പ് എന്നുള്ളൊരു അത് ഒരു ലവ് ലാംഗ്വേജ് ആണ്. ഫിസിക്കൽ റിലേഷൻഷിപ്പും ഒരു ലവ് ലാംഗ്വേജ് ആണ്. ഫിസിക്കൽ ഇൻറ്റിമസി ലവ് ലാംഗ്വേജിൻ്റെ ഭാഗമാണ്. അപ്പോൾ ആക്ട്സ് ഓഫ് സർവീസ്, ഗിഫ്റ്റ്സ്, നമ്മൾ ഈ പറയുന്ന ഫിസിക്കൽ ഇൻറ്റിമസി, ക്വാളിറ്റി ടൈം ആൻഡ് വേർഡ്സ് ഓഫ് അഫർമേഷൻ. ക്വാളിറ്റി ടൈം എന്ന് പറയുമ്പോൾ ഇപ്പോൾ കുഞ്ഞുമോൾ എന്തെങ്കിലും എൻ്റെ അടുത്ത് പറയാൻ പറ്റും, പറഞ്ഞോ എന്ന് പറഞ്ഞ് ഞാൻ വാട്സാപ്പ് ചെക്ക് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവിടെ ഒരാളെ ഞാൻ ഹേർട്ട് ചെയ്യാണ്. തിരിച്ച് അതേപോലെ ഞാൻ വണ്ടിയിൽ എന്തെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഇത് നോക്കുമ്പോൾ ഞാൻ പറയും, കുഞ്ഞുമോളെ അതൊന്ന് കുറച്ച് നേരത്തേക്ക് മാറ്റി വയ്ക്കുന്നു ഞാൻ പറയാറ്. അപ്പോൾ അത് ആ ക്വാളിറ്റി ടൈമിനെ എഫക്റ്റ് ചെയ്യുന്ന സാധനങ്ങൾ നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ തന്നെ ലൈഫ് ബിക്കംസ് മച്ച് മോർ ഈസിയർ. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ ഇതാണെങ്കിൽ ഇതല്ലാതെ ഏറ്റവും ലാസ്റ്റ് വേർഡ്സ് ഓഫ് അഫർമേഷൻ. എനിക്ക് കുഞ്ഞുമോള് കാണാൻ ഭംഗിയുള്ള എന്ന് തോന്നുന്ന സമയത്ത് അല്ലെങ്കിൽ വെച്ചിരിക്കുന്ന പൊട്ട് ഇത് കൊള്ളാം എന്ന് പറയുന്ന ഒരു വാക്ക്, അല്ലെങ്കിൽ ഏട്ടാ ഈ ഡിസൈനുള്ള മുണ്ട് കൊള്ളാം എന്ന് പറഞ്ഞ് എനിക്ക് വേണ്ടി സെലക്ട് ചെയ്ത് തരുന്നത്, ഇത്രയേ ഉള്ളൂ ലൈഫ് ഹാപ്പിയാണ്. ഹാപ്പിനെസ് ഇസ് വിതിൻ യു. നമുക്ക് 3 തരത്തിൽ ഹാപ്പിനെസ് കിട്ടാനുണ്ട്. അത് നമ്മൾ സെറട്ടോണിൻ, ഡോപ്പമിൻ, ഓക്സിറ്റോസിൻ എന്ന് പറഞ്ഞ 3 കെമിക്കൽസാണ്. അപ്പോൾ അത് നമ്മൾ എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യുമ്പോഴോ ആരെങ്കിലും നമ്മളെ സഹായിക്കുമ്പോഴോ ഒരു ടൈപ്പ്, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് പടം വരയ്ക്കുക, കവിത എഴുതുക, പാട്ട് പാടുക, അങ്ങനത്തെ കാര്യങ്ങളിൽ ഒന്ന്, മെഡിറ്റേഷൻ. ഇത് 3 തരത്തിലാണ് ഹാപ്പിനെസ് ഉള്ളത്. 5 ലവ് ലാംഗ്വേജസ് ഉണ്ട്. ഇത്രയും സയൻറ്റിഫിക്കായിട്ടൊന്നും പഠിക്കണ്ട. ബേസിക്കായിട്ട് ഒരാളെ ഇഷ്ടമുള്ളപ്പോൾ എങ്ങനെയാണോ ബിഹേവ് ചെയ്യുന്നത് അങ്ങനെ ബിഹേവ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഇതെല്ലാം വരും. കുഞ്ഞുമോക്ക് ചില സമയത്ത് ഇമോഷണൽ ആകുന്ന സമയത്ത് ഐ ഡു അണ്ടർസ്റ്റാൻഡ്. അപ്പോൾ ശരിക്കും വേണ്ടതെന്ന് പറഞ്ഞാൽ ഒരാളൊന്ന് ചേർത്ത് പിടിച്ചാൽ മതി, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് ഇത്രയും വർഷം എനിക്കത് കിട്ടിയില്ല എന്ന് പറയുമ്പോൾ അതൊന്നും ഞാൻ അറിയേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞാൽ ഞാൻ തട്ടിക്കയറിയല്ലേ വേണ്ടേ, ആ സമയത്ത് ഞാൻ കൂടെ നിന്ന് ചേർത്ത് പിടിക്കല്ലേ വേണ്ടേ, അത്രേ ചോദിക്കുള്ളൂ. പക്ഷേ ഷീ ഡസൻറ്റ് ആസ്ക് ഫോർ എനിത്തിങ് മോർ. ഞാനും അതുപോലെ ഒന്നും വലുതായിട്ടൊന്നും ചോദിക്കുന്നില്ല. എനിക്ക് കൊട്ടാരം വെച്ച് തന്നാലേ എൻ്റെ ഹസ്ബൻഡ് ആവുമെന്നും പറയുന്നില്ല. എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്താൽ മാത്രമേ എൻ്റെ വൈഫാണെന്ന് ഞാനും പറയുന്നില്ല. പൊതുവേ ഓരോ ഹസ്ബൻഡും വൈഫും അവരുടെ രാജ്യത്തിലെ രാജാവും രാജ്ഞിയും ആയിരിക്കണം. ചേച്ചി മോളല്ലേ ഇങ്ങനെ ഒരു സ്റ്റെപ്പിന് ചേച്ചിക്ക് കൂടുതൽ സപ്പോർട്ടായിട്ട് നിന്ന് ചേച്ചിയുടെ ഫാമിലിയിൽ നിന്ന് എന്ത് തോന്നി ശരിക്കും ഈ ഒരു സൊസൈറ്റിയിൽ നിന്ന് മോക്ക് അങ്ങനെ ഒരു സ്റ്റെപ്പ് എടുക്കാൻ തോന്നിയപ്പോൾ? അല്ല, അവള് വളർന്ന സാഹചര്യം അങ്ങനെ ആയതുകൊണ്ടല്ലേ നമ്മൾ ഇനിയും ഒരേ ഇതിലേക്ക് തന്നെ പോകാൻ വേണ്ടി പാടില്ല എന്നുള്ളത് കൊണ്ടാണ് അവള് ഓക്കെ പറയാമ്മ നമ്മൾ എത്ര കാലം ഇങ്ങനെ പോകുന്നില്ല, നമുക്ക് രക്ഷപ്പെടണ്ടേ. സത്യം പറഞ്ഞാൽ എനിക്ക് ഫിനാൻഷ്യലി സൊസൈറ്റിക്ക് ഒരു ബോധമില്ലാത്തൊരു സൊസൈറ്റി നമുക്ക് ചുറ്റുണ്ട്. കുട്ടികൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട്, പ്രത്യേകിച്ച് മോക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് ആൾക്കാരുടെ ഭാഗത്ത്? ആൾക്കാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടല്ലോ. സാധാരണ ഈ വിവരമില്ലാത്ത എന്താണ് അവരെ വീട്ടിൽ കാണിക്കുന്ന സ്വഭാവമായിരിക്കാം അവർ തുറന്ന് പറഞ്ഞിട്ടുണ്ടാവുക. മോളെ വെച്ചൊക്കെ ഏട്ടനെ വെച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഭയങ്കരമായിട്ട് വിഷമിപ്പിക്കുന്ന കാര്യം തന്നെയാണ്. അവള് മോള് പറഞ്ഞത് അവര് പറയുന്നവര് പറയട്ടമ്മേ. അല്ല, ഒരു കാര്യം, കുഞ്ഞുമോക്ക് എന്നെ അറിയാം, എൻ്റെ മോക്ക് എന്നെ അറിയാം, എനിക്ക് എൻ്റെ മോളെയും എൻ്റെ മോനെയും അറിയാം, കുഞ്ഞുമോളെയും അറിയാം. ഇതിൽ കൂടുതൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഫാമിലിയിൽ ആവശ്യമില്ല. അല്ല, ഇപ്പോഴും പേരൻസിന്റെ മാരേജ്, ഇപ്പൊ സെക്കൻഡ് മാരേജ് എന്ന് പറയുന്നത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കുട്ടികൾ ഇപ്പോഴും ഒരുപാട് പേരെ ഞാൻ തന്നെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് കുട്ടികളിൽ ഇല്ല, അവര് പറഞ്ഞു പഠിപ്പിക്കുന്ന റിലേറ്റീവ്സിനാണ്. കാരണം കുട്ടികൾക്ക് അവരുടെ അച്ഛനും അമ്മയും ഹാപ്പി ആയിട്ടിരിക്കണം എന്ന് തന്നെയാണ് ആഗ്രഹം. പിന്നെ വാട്ട് അതർ പീപ്പിൾ വുഡ് സേ, നാട്ടുകാരെന്ത് പറയും എന്ന് ചിന്തിക്കാൻ തുടങ്ങുന്ന ഒരു പ്രായം വന്നു കഴിഞ്ഞാൽ കുട്ടികൾ പ്രശ്നം ഉണ്ടാക്കും. അതാ ഞാൻ ചോദിച്ചത്. മോളിപ്പോ ഓൾമോസ്റ്റ് ഒരു 18 ഇയേഴ്സ് കഴിഞ്ഞില്ലേ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിച്ചത്. ഇല്ല, അതിന് ഞാൻ പറയുന്നത് നാട്ടുകാരെന്താണ് പറയുന്നത്, ഏറ്റവും കൂടുതൽ സ്വപ്നങ്ങളെ തകർത്തിട്ടുള്ളത് ഒരു കാര്യം മാത്രമാണ്, ബാക്കിയുള്ളവർ എന്ത് പറയും എന്നുള്ള ചിന്ത. അതെന്നും നമ്മൾ മറക്കുന്നു. ഇപ്പോൾ കുഞ്ഞുമോൾ എഴുതാൻ തുടങ്ങിയപ്പം ഏട്ടാ എനിക്ക് അങ്ങനെയൊന്നും വലുതായിട്ടൊന്നും എഴുതാനറിയില്ല, സാഹിത്യ ഭാഷ എന്നറിയില്ല. ഞാൻ പറഞ്ഞു ഒരിക്കലും അതിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ ബഷീർ എഴുതിയത് സംസാര ഭാഷയിലാണ്, നമ്മുടെ ശിവശങ്കരി മാം തമിഴിൽ എഴുതിയത് സംസാര ഭാഷയിലാണ്,
പ്രേംചന്ദിൻ്റെ ഏത് ഹിന്ദി കൃതി എടുത്താലും അത് സംസാര ഭാഷയിലാണ്. അപ്പം അങ്ങനെ സുരേൻ ശർമ്മ പോലെ രാജസ്ഥാനി ഡയലക്റ്റിൽ സംസാരിക്കുന്ന കമേഡിയനും സാധാരണ ഭാഷയിലാണ് സംസാരിച്ചിട്ടുള്ളത്. ധൈര്യമായിട്ട് നീ എഴുതും, നിൻ്റെ രീതിയിൽ എഴുതും. പക്ഷെ അത് കേട്ട് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു സ്ഥലത്തെ കൂടെ നടന്നിട്ട് വന്നതായിട്ടോ അല്ലെങ്കിൽ ആ സംഭവങ്ങളെല്ലാം നേരിട്ട് കണ്ടതായിട്ടോ നമുക്ക് തോന്നുന്ന രീതിയിൽ അത്ര ഗംഭീരമായിട്ട് എഴുതുന്നുണ്ട്. അപ്പോൾ അതിനേക്കാളും എനിക്കൊരു പ്രൗഡ് മൊമെൻ്റ് ഉണ്ടാവാനില്ല. കാരണം ഞാനൊക്കെ എഴുതാൻ ശ്രമിക്കുന്നതിലും എത്രയോ ഉപരി ഭംഗിയായിട്ട് നാച്ചുറലായിട്ട് എഴുതുന്നുണ്ട്. അതെ, അത് ശരിയാണ്. നമ്മൾ ആ നാച്ചുറലായിട്ട് എഴുതുമ്പോൾ അല്ല, ഞാൻ നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞു തന്നു രാത്രി. അമ്മക്കൊക്കെ വായിച്ച് കേൾപ്പിച്ചു കൊടുത്തായിരുന്നു. ഇല്ല, നാച്ചുറലായിട്ട് എഴുതുമ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ആൾക്കാരിലേക്ക് എത്താൻ ഇത്രയോടെ ഈസി ആണെന്ന് തോന്നുന്നു. ഒരുപാട് സാഹിത്യ ഭാഷ ഉപയോഗിക്കുന്നതിലും നല്ലത്. നമ്മളെപ്പോഴും എൻജോയ് ചെയ്യുന്നതും അത് അങ്ങനെ വായിക്കാനായി. ഒരു കാലഘട്ടത്തിൽ റേഡിയോ തുടങ്ങുന്ന സമയത്ത് FM-ൽ ഞാൻ വർക്ക് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് ഒരാളെന്നോട് ചോദിച്ചതാണ് FM-ഉം AM തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളത്. FM-ൽ ഞങ്ങൾ സുഹൃത്തുക്കൾ സംസാരിക്കുന്ന പോലെ, കേൾക്കുന്ന ആൾ എൻ്റെ സുഹൃത്താണ്. അപ്പോൾ ചിലപ്പോൾ ഇംഗ്ലീഷ് ഉണ്ടാവും, മലയാളം ഉണ്ടാവും, ഹിന്ദി ഉണ്ടാവും, എല്ലാം മിക്സ് ചെയ്തിട്ടുള്ള അങ്ങനത്തെ ഒരു ഭാഷയാണ് FM-ൻ്റെ ലാംഗ്വേജ്. അത് ഫോഴ്സ്ഡ് അല്ല, നാച്ചുറൽ ആയിട്ടുള്ള സംസാരം അങ്ങനെ തന്നെ ആയിരിക്കണം എന്നാണ്. AM-ൽ ഞാൻ കേട്ടിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ആർഷഭാരത സംസ്കാരത്തിൻ്റെ അന്തസ്സത്ത തേടിയുള്ള അനന്തമായ യാത്രയിൽ അന്തർലീനമായിരിക്കുന്ന ചില കാര്യങ്ങൾ, അതിനെക്കുറിച്ച് നമ്മൾ ഗവേഷണം ചെയ്യുമ്പോൾ ഇതാർക്കും ഒന്നും മനസ്സിലാവാൻ പോകുന്നില്ല. അപ്പോൾ അങ്ങനത്തെ കാര്യം ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു കാലത്ത് അതൊക്കെ ആവശ്യമായിരുന്നു. കാലം മാറിയിട്ട് ആൾക്കാർക്ക് കമ്മ്യൂണിക്കേറ്റീവ് ലാംഗ്വേജ് എന്നുള്ള ആ ഒരു ആസ്പെക്റ്റിലേക്ക് വന്നിട്ടുണ്ട്. എൻ്റെ അടുത്ത് കഴിഞ്ഞ ദിവസം പറയുന്നു, ഏട്ടാ ഞാൻ മലയാളത്തിൽ തന്നെ ഞാൻ പറയാം നമ്മുടെ ഒരു ടെൻഡൻസി. ഞാൻ പറഞ്ഞു, ഈ ടെൻഡൻസി ഏത് ഭാഷയാണ്? അത് മലയാളമായി, ടെൻഡൻസി മലയാളമായി. അപ്പം ഞാൻ പറഞ്ഞു, ടെൻഡൻസിയുടെ മലയാളം പ്രവണത. അപ്പം അതിങ്ങനെ സഡൻ ചോദിച്ചാൽ വരത്തില്ല. നമ്മുടെ സംസാര ഭാഷയിൽ പല ഭാഷകളും ഉണ്ടാവും. ആ ഭാഷയെല്ലാം മിക്സ് ചെയ്ത് തന്നെയാണ് നമ്മൾ സംസാരിക്കുന്നത്. അതിൽ തെറ്റത്തുമില്ല. ഇല്ല, പൊതുവെ തമിഴ് സംസാരിക്കും. മലയാളത്തിൽ എനിക്ക് അത്രയും തോന്നിയിട്ടില്ല. മേ ബി അവർക്കൊരു കോൺഫിഡൻസ് ഇല്ലാത്തത് കൊണ്ടായിരിക്കാം. തമിഴിൽ കൂടുതലും സംസാരിക്കുന്ന എല്ലാ സെന്റൻസിലും ഒരു ഇംഗ്ലീഷ് വേർഡ് പൊതുവെ തന്നെ ഞാൻ തന്നെ കേൾക്കാറുണ്ട്. അങ്ങനെ ഐ വുഡ് സേ എല്ലാ ഭാഷയിലും ആൾക്കാർ മിക്സ് ചെയ്ത് തന്നെയാണ്. ഇല്ല മലയാളത്തിൽ ഇല്ല എന്നല്ല, പക്ഷെ എന്നാലും കുറച്ചും കൂടെ ഈ ഒരു മലയാളത്തിൽ ഇപ്പോൾ ഞാൻ റിപ്പോർട്ടിന് എന്ത് പറയും, റിക്വസ്റ്റിന് എന്ത് പറയും, ആപ്ലിക്കേഷൻ തന്നെയാണ് നമ്മൾ എഴുതുന്നത്. ആപ്ലിക്കേഷന് തമിഴിൽ പരിന്തുറൈ, ബസ് സ്റ്റോപ്പിന് നമ്മൾ പേരൊന്ന് നിലയം, നമ്മൾ ബസ് സ്റ്റോപ്പ് എന്നാണ് പറയുന്നത്. നമ്മൾ കമ്പ്യൂട്ടറിന് കണിപ്പുരി, കണിനി, ഇണയകം, ഇണയതളം, ഹോം പേജിനും വെബ്സൈറ്റിനും മിന്നഞ്ചൽ, കുറുഞ്ചേരി എന്നൊക്കെ തമിഴിൽ വാക്കുകളുണ്ട്. അവർ യൂസും ചെയ്യുന്നുണ്ട്. നമ്മൾ പണ്ട് 1991 ദ്രുതകർമ്മസേന ലാസ്റ്റ് വാക്കായിട്ട് വന്നതിന് ശേഷം പിന്നെ ഒരു മലയാളം വാക്ക് വന്നിട്ടുണ്ടോ ചോദിച്ചാൽ ഇല്ല. അപ്പോൾ അത് ഐ വുഡ് സേ എല്ലാ ഭാഷയിലും ഉണ്ട്. തമിഴ് ഇപ്പോഴും പുതിയ വാക്കുകൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ പുതിയ വാക്കുകൾ യൂസ് ചെയ്യുന്നുണ്ട്. 91 കരുണാനിധി ട്രാൻസ്ജെൻഡർ എന്നുള്ള വാക്ക് ഇംഗ്ലീഷ് ആയത് കാരണം തിരുനങ്കൈ, തിരു മീൻസ് മിസ്റ്റർ എന്നുള്ള റെസ്പെക്റ്റും, നങ്കൈ എന്ന് പറഞ്ഞാൽ സ്ത്രീ, അപ്പോൾ അതിനെ മിക്സ് ചെയ്ത് തിരുനങ്കൈ എന്ന് പറഞ്ഞിട്ട് ട്രാൻസ്ജെൻഡർ എന്നൊരു വാക്കുണ്ട്. ഇന്നും മലയാളത്തിൽ നമ്മൾ ട്രാൻസ്ജെൻഡർ എന്നേ പറയുള്ളൂ. അല്ലെങ്കിൽ വൃത്തികേടായിട്ട് നമ്മൾ അബ്യൂസീവായിട്ടുള്ള ഭാഷയിലുള്ള ആ വാക്കുകൾ വരും. അപ്പോൾ അങ്ങനെ ഒരു വാക്കിന് ആവശ്യമുണ്ട് എന്നറിഞ്ഞ് അവർ ആ ഒരു ഇനീഷ്യേറ്റീവ് എടുത്ത് കരുണാനിധിയാണ് ആ വാക്ക് കണ്ടുപിടിച്ചത്, തിരുനങ്കൈ എന്നുള്ള വാക്ക്. അതുപോലെ അവർ കോയിൻ ചെയ്യാൻ റെഡിയാണ്. ഇവിടെ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് വഴി നമുക്ക് പുതിയ വാക്കുകൾ ഉണ്ടാവട്ടെ. പക്ഷേ ഉണ്ടാവുന്നതെല്ലാം ഇടിവെട്ടും ചെത്തും കൊലമാസം മരണമാസം ഒക്കെയാണ്. അതൊന്നും അല്ല നമുക്ക് ആവശ്യം. നമുക്ക് നല്ല വാക്കുകൾ ആവശ്യമുണ്ട്. ഇനിയും നമുക്ക് പണ്ടത്തെ ആൾക്കാർ പറഞ്ഞ പോലെ നല്ല മഴയും നല്ല വെയിലും ഒക്കെ ഉണ്ടാവാനുള്ളൊരു സാധ്യതയുണ്ട്. അത് നമ്മൾ യൂസ് ചെയ്യുന്നതനുസരിച്ചിരിക്കും. അതിന്റെ ടെൻഡൻസി ഉണ്ടാവണം. ചേച്ചി കുട്ടികൾ എന്ത് പറയുന്നു? അവര് ഹാപ്പിയാണ്. അത് ശരിക്കും അവര് അല്ല, നമ്മള് ഇപ്പൊ എന്താണ്, നന്ദുവിനാണെങ്കിൽ ഇപ്പൊ അച്ഛനെ വിളിച്ചൊരു ശീലമില്ല, പക്ഷെ ഏട്ടനെ അപ്പ തന്നെ വിളിച്ച് അതായി. അപ്പൊ ഈ നമ്മളിപ്പോ പഠിക്കേണ്ട കാര്യത്തിലാണെങ്കിലും ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഞാൻ വർക്കിന് പോകും, തിരിച്ചു വരും. അവരെ ആ ഒരു പഠിത്തത്തിനോട് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അവരോട് ആഹാരത്തിനോട് ശ്രദ്ധിക്കാനോ ഞാൻ വെച്ച് വാങ്ങി പോവും, അവർ കഴിക്കും. ഇതായിരുന്നു കുറച്ച് വർഷങ്ങളായിട്ടുണ്ടായിരുന്നു. ആളുണ്ടായിരുന്നില്ല. അപ്പം ഇപ്പം എന്ത് ഫുഡ് കഴിക്കണം, അവരിപ്പോൾ എന്ത് ഫുഡ്, ഇപ്പം അവർക്ക് എന്താണ് ചിക്കൻ ഇങ്ങനെയൊക്കെ കിട്ടിയാൽ ഒരു പച്ചക്കറി എന്ന് പറയുന്ന സംഭവം കഴിക്കുന്നത് കുറവാണ്. ഇപ്പം കഴിക്കാൻ തുടങ്ങുന്നത് ഏട്ടൻ്റെ വീട്ടിൽ പോകുമ്പോഴാണ്
അവർ കഴിക്കുന്നത്. അത് ഇഷ്ടം കൊണ്ടല്ല, പേടി കൊണ്ടാണ്. അത് ഞാൻ പറയാം, അങ്ങനെ കഴിച്ച് ശീലമാവട്ടെ. അപ്പം നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ ഏട്ടൻ എന്താ വാങ്ങിക്കൊടുത്താൽ നന്ദു അത് നിരസിക്കും, അത് പറ്റില്ല അവന് കഴിക്കാൻ. പക്ഷെ അവന് ശീലമില്ല. കാരണം അത് എൻ്റെ മിസ്റ്റേക്ക് എന്നാണോ അതിന് പറയേണ്ടത് എനിക്ക് നമ്മുടെ ഒരു സിറ്റുവേഷൻ ആയിരിക്കും അല്ലേ എനിക്ക്. അപ്പം അതിലൊക്കെ എനിക്ക് വിഷമമാണ്. കാരണം അവർക്ക് നല്ല ഫുഡ് മീൻസ് കൊടുക്കുന്നതൊക്കെ ഞാൻ ഈ ചിക്കൻ, മീൻ ഇങ്ങനെയുള്ള പച്ചക്കറികളൊന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ ഏട്ടനായാലും അത് പറയുമ്പോൾ വിഷമം വരും. പിള്ളേരും കഴിക്കുന്നില്ല. ഞാൻ സിംഗിൾ പേരന്റ് ആവുമ്പോൾ നമുക്ക് വേറൊരു വർക്കിന് പോകുമ്പോൾ ഇവിടെ എന്തെങ്കിലും കഴിക്കട്ടെ എന്ന് നമ്മൾ കഴിക്കട്ടെ എന്ന് വെച്ചാൽ അവർക്ക് ഇഷ്ടമില്ല, ഞാൻ അങ്ങ് വെച്ച് കൊടുത്തിട്ട് ഞാൻ പോകും. ഇപ്പൊ പഠിക്കുന്ന കാര്യത്തിലാകുമ്പോൾ ഇരുന്ന് പഠിപ്പിക്കാൻ എന്നെ കൊണ്ട് പറ്റുന്നില്ല. പക്ഷെ നന്ദു കുഴപ്പമില്ല. ഇപ്പൊ സ്കൂളിലൊക്കെ അവൻ ഫുൾ മാർക്കാണ്. പക്ഷെ ഇരുന്ന് വായിക്കാൻ പറയുമ്പോൾ ഒന്നും അവൻ വായിക്കൂല. മടി എന്ന് പറഞ്ഞാൽ അങ്ങനെ മടി. ഇപ്പൊ എനിക്ക് ഞാൻ ഇങ്ങോട്ട് കൊടുക്കും. അത് ചെറിയൊരു പേടി അവർക്കുണ്ട്. കാരണം അവരെ മനസ്സിനകത്തേക്ക് ഉണ്ടാവും. ഇത്രയും നാള് നമ്മളോട് പറയാനൊക്കെ ഒന്നും ഉണ്ടായില്ല. ഇപ്പം നമ്മൾ ഇങ്ങനെ പറയുന്നില്ല, ഇത് അവരെ മനസ്സിനകത്തേക്ക് ഉണ്ടാവും. എന്നാലും അവരെ പറഞ്ഞ് മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. മോൾക്ക് എന്തെങ്കിലും കലാപരമായിട്ടുള്ള താല്പര്യങ്ങളുണ്ടോ? മോൾക്ക് അവള് ഡാൻസ് മാത്രമാണ് അവളെ ലോകം. ഇപ്പൊ അതാണോ പഠിക്കുന്നത്? നമ്മളെന്ന ഭാഗത്ത് ഇല്ല. ഡാൻസ് എന്ന് പറഞ്ഞാൽ അവള് ഒരു വേറെ ലോകം. ഡെഡിക്കേറ്റഡ് ആണല്ലേ? ഈ കുഞ്ഞുമോളുടെ കല്യാണത്തിന് ഒരു ദിവസം മുന്നേ ഷോട്ട് കഴിഞ്ഞിട്ട് വീഡിയോ കോൾ വിളിച്ചു. കണ്ടിട്ട് ഞാൻ പേടിച്ചു. തലയൊക്കെ ചെന്ന് എവിടെയൊക്കെ ഇടിച്ച് ഗ്ലിസറിനൊക്കെ ഇട്ട് കണ്ണെല്ലാം കൂടെ വീങ്ങി. ഓവർ ഡെഡിക്കേഷൻ. മോൾക്ക് അത് തന്നെ ഉണ്ടാവുമല്ലോ. എനിക്ക് ഡാൻസ് മോനോ? അവൻ എന്താ ഇപ്പൊ ചോദിച്ചാൽ എനിക്കറിയില്ല. അല്ല, അവൻ അങ്ങനെ ഒരു ഡിസൈഡ് ചെയ്യാൻ പ്രായമായിട്ടില്ല. 9 വയസ്സിലേ ആയിട്ടുള്ളൂ. സ്ലോലി ഹി വിൽ ഫൈൻഡ് ഔട്ട്. അവന് എല്ലാത്തിനോടും താല്പര്യമാണ്. പക്ഷെ എന്നാ എന്തിനും കൊണ്ടുപോയി ചേർക്കാന്ന് പറഞ്ഞാൽ വേണ്ട. എല്ലാം ഇഷ്ടമാണ്, പക്ഷെ എന്തോ ചെയ്യാൻ വയ്യ. മോൾക്കാണോ മോനാണോ അമ്മയുടെ കുറച്ച് സ്വഭാവം കൂടുതലായിട്ടുള്ള ക്യാരക്ടർ? അതായിട്ടും പറയട്ടെ. എനിക്ക് 3 കുട്ടികൾ. ഏറ്റവും ഇളയ മോളാണ് ഇതായിരിക്കുന്നത്. അപ്പൊ പിന്നെ അറിയാലോ, ഒരു കുറച്ച് സമയം കിട്ടുകയാണെങ്കിൽ സെറ്റില് ഞാൻ ഒന്ന് ഉറങ്ങട്ടെ ഏട്ടാ എന്ന് പറയുന്ന ആള് മോനത് കിട്ടിയിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഞാനൊന്ന് ഉറങ്ങട്ടെ, അത് കിട്ടിയിട്ടുണ്ട്. ഓവർ ഡെഡിക്കേഷൻ്റെ കാര്യത്തിൽ മോക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഐ എൻജോയ് ഇറ്റ്. അത് എൻ്റെ കുടുംബത്തിന്റെ ഭാഗമാണ്. രണ്ടാളെ പറയല്ലേ? ഇല്ല, ചേച്ചി ഭയങ്കര ഇന്നസെന്റ് ആയിട്ട് അല്ലേ? നമുക്ക് അങ്ങനെ തോന്നും. ആരെങ്കിലും അതിനെ കൂടുതലായിട്ട് എന്താ പറയാ ഓവർ യൂസ് ചെയ്യാൻ അങ്ങനെ? എൻ്റെ സംസാരം കൊണ്ടൊക്കെ കുറേ പേര് പറഞ്ഞിട്ടുണ്ട്, ഇതെന്താ പറയുന്നത് മനസ്സിലാവുന്നില്ല, ഏത് ഭാഷയാണ് സംസാരിക്കുന്നത്, മലയാളം പഠിച്ചിട്ട് സംസാരിക്കുക, ഇതെന്താണ് മന്ദബുദ്ധിയാണോ, എന്തോ തകരാറില്ല പോലെ. പറ്റിക്കാൻ ശ്രമിക്കാറുണ്ടോ? പറ്റിക്കാനൊക്കെ മുന്നേ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ പിന്നെ ഞാൻ ആരും മൈൻഡ് ചെയ്യുന്നില്ലല്ലോ. ആരും ഇപ്പൊ ആരായിട്ട് കണക്ഷൻ ഒന്നുമില്ല. കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ട് ഫീൽ ചെയ്യും. സ്ട്രോങ് ആയോന്ന് വെച്ചാ ഇപ്പൊ കുറച്ചും കൂടി ബുദ്ധി കേട് പോലെ കളിക്കുമ്പോ ആരും നമ്മൾ മൈൻഡ് ചെയ്യില്ലല്ലോ. അപ്പൊ ആരൊന്നും ചോദിക്കില്ലല്ലോ. അപ്പൊ ഇന്നസെന്റ് ആണോ എന്ന് ചോദിച്ചാൽ അല്ലെന്ന് പറയുന്നത്. അല്ല, അതില് എപ്പോഴും കുഞ്ഞുങ്ങളോട് പറഞ്ഞിട്ടുള്ളത് യു ക്യാൻ ബി യുവർ സെൽഫ്. നീ എന്താണോ അതങ്ങനെ തന്നെ ഇരിക്കുക. അതിൽ ഒരു മാറ്റവും വേണ്ട. കാരണം എനിക്ക് വേണ്ടി മാറി ഇങ്ങനെയായി അങ്ങനെയായി ഒരിക്കലും അത് റിയൽ അല്ല. അപ്പം ഞാനെങ്ങനെയാണോ ഞാൻ അങ്ങനെ തന്നെ, കുഞ്ഞുമോൾ എങ്ങനെയാണോ അങ്ങനെ തന്നെ. ഞങ്ങളുടെ ലോകത്ത് ഹാപ്പിയാണ്. മക്കൾ അങ്ങനെ തന്നെ. ആർക്കും ഒരു റെസ്ട്രിക്ഷനോ അല്ലെങ്കിൽ ഫോഴ്സ് ചെയ്യുന്നതിൽ അതിലർത്ഥമില്ല എന്ന് തോന്നുന്നു. ഞാൻ അങ്ങനെ തന്നെ ഉണ്ട്. അത്ര എൻ്റെ സ്വഭാവം മാറാൻ ഒരു ചാൻസും ഇല്ല. അതായിട്ട് നന്നായിട്ട് അറിയാം അല്ലേ? എൻ്റെ സ്വഭാവത്തിന് ഒരു മാറ്റവും ഇല്ല. പണ്ടെങ്ങനെയാണ് ഇതിങ്ങനെ തന്നെ ഇപ്പോഴും ഉണ്ട്. ഇത്ര അങ്ങനെ തന്നെ ഉണ്ടാവണം. അല്ല, ആരെങ്കിലും ചോദിച്ചാലും പൈസ ചോദിച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, അതിപ്പോഴും ഉണ്ട്, ഇല്ല എന്നല്ല. സാറിൻ്റെ ഇത്തവണത്തെ വിഷു എങ്ങനെയാ? ചേച്ചിക്ക് ഷൂട്ടാന്ന് പറഞ്ഞു. ഒരു പടത്തിൻ്റെ പൂജയുണ്ട്. സോ രാവിലെ ഞാനും കുഞ്ഞുമോളും അച്ഛനും അമ്മയും കുട്ടികളും എല്ലാവരും കണി കണ്ടുണരണം. അപ്പോൾ അതിന് കഴിഞ്ഞ പ്രഭാഷണത്തിന് പോയപ്പോൾ ഒരു ഉണ്ണിക്കണ്ണനെ എനിക്ക് സമ്മാനിച്ചു. അപ്പോൾ അതുൾപ്പെടെ കണി കണ്ട്, പണ്ട് അച്ഛൻ കണി വയ്ക്കുന്നത് രാത്രി കുറേ ടൈം എടുത്തിട്ട് ഇങ്ങനെ ഒരുക്കുന്നത് കണ്ട് പഠിച്ചാണ് ഞാൻ വളർന്നിട്ടുള്ളത്. അപ്പോൾ ഇത് തന്നെ എൻ്റെ മക്കളെയും എനിക്ക് പഠിപ്പിക്കണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ കോക്കനട്ട് അല്ലെങ്കിൽ തേങ്ങാമുറി വെക്കുന്നതെന്ന് പറഞ്ഞാൽ പുറത്ത് എത്ര ഹാർഡാണെങ്കിലും അകത്ത് ആ ഒരു നനവ്, വിത്തുകളും ധാന്യങ്ങളും ഇതെല്ലാം എങ്ങനെയാണ് നമുക്കിത് കായും കനിയും
പഴയ പണം, പുതിയ പണം, അങ്ങനെ ട്രഷർ ചെയ്ത് വെക്കുന്ന കാര്യങ്ങൾ, നമുക്ക് കൈനീട്ടം, വിഷുഫലം ഒരു വർഷത്തേക്ക്, പിന്നെ ഈ ഒരു കൊച്ചുകുട്ടിയുടെ സ്നേഹത്തിന് വേണ്ടിയിട്ട് ഗുരുവായൂരപ്പൻ്റെ അരഞ്ഞാണം മരത്തിലെറിഞ്ഞപ്പോൾ കൊന്ന പൂ അതുപോലെ പൂക്കുന്നു എന്ന് പറയുന്ന ആ കഥയുൾപ്പെടെ നമുക്ക് ക്യാരി ചെയ്യാനൊരു ലെഗസി ഉണ്ട്. അപ്പോൾ ആ ലെഗസീനെ എത്രത്തോളം ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ, ഞാൻ ഓരോ വർഷവും എവിടെയാണെങ്കിലും, ലോകത്ത് എവിടെയാണെങ്കിലും വിഷുക്കണി വെക്കുന്നത് അച്ഛൻ പഠിപ്പിച്ച ആ രീതിയിലാണ്. അപ്പോൾ അതുപോലെ എൻ്റെ മക്കളെയും പഠിപ്പിക്കണം എന്നുള്ള ആഗ്രഹമുള്ളതുകൊണ്ട് ഇപ്രാവശ്യം എന്തായാലും ഞങ്ങൾ ഒരുമിച്ച് കണി കാണും. കണി കണ്ടു കഴിഞ്ഞിട്ട് കുഞ്ഞുമോക്ക് ഷൂട്ടിന് പോകാനുണ്ട്, എനിക്കൊരു പടത്തിൻ്റെ പൂജയ്ക്ക് പോകാനുണ്ട്. വിഷുഫലമായിട്ട് ഞങ്ങൾക്ക് ഈ വർഷം വർക്ക് ചെയ്യാൻ അങ്ങനെ തന്നെ കിട്ടട്ടെ. അതന്നെ എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയത് എന്താ പറയുക, നിങ്ങൾ രണ്ടുപേരുടെയും വർത്താനം ഈക്വലി കേട്ടിരിക്കാൻ നല്ല രസമാണ്. സാറിൻ്റെ അതാണ് എനിക്ക് ഏറ്റവും സുഖം, കുഞ്ഞുമോളുടെ സംസാരം കേട്ടിരിക്കാൻ നല്ല രസമാണ്. നമുക്ക് കൊച്ചു കുട്ടികളോട് സംസാരിക്കുന്നില്ലേ ആ ഫീലിംഗ് എനിക്കും ഫീൽ ചെയ്തു ചേച്ചിയോട് സംസാരിച്ചപ്പോൾ. സാറിനെ ആണെങ്കിലും നമുക്ക് നമ്മൾ ഒന്ന് ഡൗൺ ആണെങ്കിൽ കേട്ടിരിക്കാൻ പറ്റുന്ന അങ്ങനെ തോന്നിയിട്ടില്ലേ ചേച്ചിക്ക്? അങ്ങനെ തോന്നിയിട്ടില്ലേ? നമ്മളൊന്ന് ഡൗൺ ആണെങ്കിൽ എത്ര നേരം വേണമെങ്കിലും കേട്ടിരിക്കാം. എനിക്കൊന്നും അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ഇന്റർവ്യൂസ് ഒക്കെ ഇത്ര റീച്ച് ആവുന്ന ആൾക്കാർക്ക് അങ്ങനെ ഒരു ഇതും കൂടെ ഉണ്ടാവാം, കേട്ടിരിക്കാൻ. അവരുടെ സ്നേഹം തീർച്ചയായിട്ടും അവർ ഞങ്ങൾക്ക് തരുന്ന സ്നേഹം, അത് കുറ്റം പറയുന്നവരും കുറ്റം പറയാത്തവരും രണ്ടുപേരും ഞങ്ങൾക്ക് തരുന്ന സ്നേഹം തന്നെയാണ്. കുറ്റം പറയുന്നവർ അവർ ഈ നമ്മളിപ്പോൾ കാലെവിടെയെങ്കിലും തട്ടുമ്പോൾ അയ്യോ എന്ന് നമ്മൾ നിലവിളിക്കുന്നത് വേദനിച്ചിട്ടാണ്. അതേപോലെ അവർക്ക് കിട്ടാത്തത് എനിക്ക് കിട്ടിയെന്ന് തോന്നുമ്പോൾ അവർക്കുള്ള ആ ഫ്രസ്ട്രേഷനിൽ പാവം നിലവിളിക്കുന്നത്. അല്ല, ഇനിയിപ്പോൾ എവിടെ പോയാലും മാറി നിൽക്കുന്നവരുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, പെണ്ണുങ്ങളായാലും മാറി നിൽക്കുന്നവരുണ്ട്. മിണ്ടണോ വേണ്ടേ അങ്ങനെ മാറിയിട്ടുണ്ട്. അത് മനസ്സിനകത്തേക്ക് എന്തെങ്കിലും ഉള്ളത് കൊണ്ടായിരിക്കാം. പക്ഷെ അല്ലാണ്ട് വരുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അവർ മനസ്സിൽ കളങ്കില്ലാത്തൊരു സ്നേഹം നമ്മളോട് ഉള്ളതുകൊണ്ടാണ് അവർ നമ്മളെ ചേർത്ത് പിടിക്കുന്നത്, ഹഗ് ഇരുന്ന് ഉമ്മ തരുന്ന്. അയ്യോ അതൊക്കെ എന്താണ്, ഇപ്പൊ കല്യാണം കഴിഞ്ഞോണ്ടല്ലേ എല്ലാവരും ഇങ്ങനെ അറിയും ആ ഒരു സ്നേഹം നമുക്ക് കിട്ടിയത്. തീർച്ചയായിട്ടും ആ സ്നേഹത്തോടെ നമ്മുടെ പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? ഞങ്ങൾക്ക് രണ്ടുപേർക്കും പറയാനുള്ളത്, ഈ വിഷു പുലരി എല്ലാവർക്കും നല്ലൊരു സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും കൊണ്ടുവരട്ടെ എന്ന് തന്നെയാണ്. അതിനോടൊപ്പം എല്ലാവർക്കും വേണ്ടി ഈ നാരായണീയത്തിലെ ചില വരികൾ. യോഗീന്ദ്രാണാം ത്വദംഗേശധികസുമധുരം മുക്തിഭാജാം നിവാസോ ഭക്താനാം കാമവർഷദ്യുതരുകിസലയം നാഥാത്തെ പാദമൂലം നിത്യം ചിത്തസ്ഥിതം മേ പവനപുരപതേ കൃഷ്ണ. കാരുണ്യസിന്ധോ കൃഷ്ണ, കാരുണ്യസിന്ധോ ഹൃത്വാ നിശേഷതാപാൻ പ്രതിശതു പരമാനന്ദ സന്തോഹലക്ഷ്മീ, പ്രതിശതു പരമാനന്ദ സന്തോഹലക്ഷ്മീ. താങ്ക് യു സോ മച്ച്. ശരിക്കും എൻ്റെ വിഷു ഹാപ്പി വിഷു. ഹാപ്പി വിഷു. താങ്ക് യു.